അരുണെ കഴിഞ്ഞ 8 വർഷം 9 വർഷമായിട്ട് പിണറായി വിജയനെതിരെ കച്ചിത്തുരുമ്പ് പോലും കിട്ടാതെ കേന്ദ്ര സർക്കാർ അലഞ്ഞിട്ട് ഇപ്പോൾ കിട്ടിയ ഒരു സാധനം എന്താ പറയുക എസ് എഫ് ഐ സ്മൃതിയോടെ പറഞ്ഞിരുന്നെങ്കിൽ വലിയ പ്രശ്നമുണ്ട്. എന്താണെന്നറിയോ? എന്താണ് വീണ വിജയൻ കർണാടക ഹൈക്കോടതി പോയി പറഞ്ഞത്? SFIയുടെ അന്വേഷണം സമാന്തരമായി നടക്കുകയാണ്. ROCൻ്റെ അന്വേഷണം നടക്കുന്നു, അതിൻ്റെ കൂടെ സമാന്തരമായ അന്വേഷണം നടക്കുന്നു. അത് ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളതാണ് ഈ വീണ വിജയൻ പറഞ്ഞത്. അപ്പം അവർ പറഞ്ഞത് എന്താണെന്നറിയോ? SFI പറഞ്ഞത് എന്താണെന്നറിയോ? ഞങ്ങൾ ഫ്രോഡുലൻസ് ആണ് അന്വേഷിക്കുന്നത് എന്ന് പറഞ്ഞു. അവിടെ എന്തല്ല, അവിടെ അഴിമതിയല്ല അന്വേഷിക്കുന്നതെന്ന് പറഞ്ഞ ആളാരാ? SFI ആണ്. ഫ്രോഡ്ലെസ് അന്വേഷിക്കുന്നു പറഞ്ഞിട്ട് കോടതി പോയി. ഞങ്ങൾ ഫ്രോഡായ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഈ കമ്പനിയിൽ നടന്ന ഫ്രോഡ്ലെസ് കാര്യങ്ങളാണ് അന്വേഷിക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് ഹൈക്കോടതി പറഞ്ഞത്. എന്ത് അതുവഴി അന്വേഷണമായി മുന്നോട്ട് പോകാൻ എന്ന് പറഞ്ഞത്. ഇപ്പം എന്താണ് നടന്നിരിക്കുന്നത്? ഇപ്പം നടന്നിരിക്കുന്നത് ഇൻട്രസെറ്റ് ബോർഡിന് മുന്നിൽ വന്നിട്ടുള്ള 1.82 കോടിയും 90 ലക്ഷം രൂപ ഇദ്ദേഹം ഇവർ വായ്പയായി മേടിച്ച പണവും കൂടെ കൂട്ടി 2.72 കോടി രൂപ അനധികൃതമായി ഈ പറഞ്ഞ സംവിധാനത്തിൽ കൂടെ ഫ്രോഡായിട്ട് ഉണ്ടാക്കി എന്ന് പറഞ്ഞ ഇതുകൊണ്ട് കൊടുത്തിരിക്കുകയാണ് അവിടെ കമ്പനിയിൽ. ഇതിലെവിടെയാണ് സർക്കാർ നഷ്ടം പറ്റിയത്? ഇത് ഏത് ഭാഗത്താണ് ഈ സർക്കാർ നഷ്ടപ്പെട്ടത്? ഒരു സ്ഥലത്തും സർക്കാർ നഷ്ടം പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. എങ്ങനെയാണ് രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാട്, ഏത് CMRLും ഈ പറഞ്ഞ എക്സാലോജിക്കും തമ്മിലുള്ള ഇടപാട്, ആ ഇടപാടിൽ എന്തോ സംവിധാനത്തിലായിക്കോട്ടെ, ഏത് കാര്യത്തിലായിക്കോട്ടെ, എങ്ങനെയാണെങ്കിലും അവർക്ക് പണം കൊടുത്ത് ലീഗലായിട്ടല്ലേ? ഈ രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടിന് എന്തിനാണ് SFI വരുന്നത്? SFI വരുന്നതിനകത്ത് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഡയറക്ടർ, ഈ ഷോൺ ജോർജ് പറഞ്ഞതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നമുണ്ട്. ഷെയർ ഹോൾഡർ ആണെന്ന് മാത്രമേ പറയുന്നുള്ളൂ. 3% ഷെയറുള്ള ഷെയർ ഹോൾഡറാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഷെയർ ഹോൾഡർക്ക് SFI അന്വേഷണം നടത്താൻ പറ്റില്ല. എങ്ങനെ SFI അന്വേഷണം? അങ്ങനെ ഷെയർ ഹോൾഡർക്ക് പരാതി കൊടുക്കാൻ സെബിക്കേ പറ്റുള്ളൂ. സെബിക്ക് കൊണ്ട് പരാതി കൊടുക്കാം. സെബിക്ക് അതിന് അന്വേഷണം നടക്കാൻ പറ്റുള്ളൂ. SFIക്ക് അന്വേഷണം നടത്താൻ പറ്റില്ല. SFI എന്താണ് തന്നെ? നിങ്ങൾ എക്സാലോജിക്കിലുള്ള ഡയറക്ടർമാരോ അതുപോലെ തന്നെ പിന്നെ CMRLിലുള്ള ഡയറക്ടർമാരോ ആരെങ്കിലും ഒരാൾ പരാതി കൊടുക്കണം. ആ പരാതിൻ്റെ മേലെ ഈ പറയുന്ന ഫ്രോഡ് പിന്നെ SFIക്ക് അന്വേഷിക്കാൻ പാടുന്നുള്ളൂ. അതെന്താണ് അനുമതി? അത് കമ്പനികാര്യ മന്ത്രാലയം അനുമതി കൊടുക്കണം. കമ്പനികാര്യ മന്ത്രാലയം ഈ പറഞ്ഞ ഇന്ന ആൾക്കാർ, ഈ കമ്പനിയുടെ 2 ഡയറക്ടർമാർക്കും എതിരെ ഒരു പരാതിയുണ്ട്. അവർ ഈ കമ്പനിയിൽ, നമ്മളൊരു 4 ഡയറക്ടർമാരുണ്ടെന്ന് വെച്ചോളൂ, ഞാൻ ഒരാൾ ഈ കമ്പനിയെ പറ്റിച്ചു, ഫ്രോഡ് തരം കാണിച്ചു. അങ്ങനെ ഫ്രോഡ് തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിനെതിരെ നടപടികൾ സ്വീകരിക്കാനുള്ള കമ്പനിയാണ് SFI. അല്ലാതെ ഇവർക്ക് പറയുന്ന പോലെ EDനെയും ഇൻകം ടാക്സിനെയും GSTനെയും വിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റിയ സംവിധാനമല്ല SFI. അതുകൊണ്ടാണ് SFIക്ക് ആൾക്കാരെ അറസ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. അവിടെ ശക്തമായ രീതിയിൽ നിയമ പോരാട്ടം മാത്രം നടക്കേണ്ട സ്ഥലമാണ്. അത് മാത്രമാണോ ഈ പറഞ്ഞ എൻട്രി സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ മുന്നിൽ വരുന്ന റിപ്പോർട്ടുണ്ടല്ലോ, ആ റിപ്പോർട്ടിൻ്റെ അധികാരം എന്താണ്? ആ അധികാരം അതോടുകൂടി കഴിഞ്ഞു. ഒരു ഇൻട്രി സെറ്റിൽമെൻറ്റ് മുന്നിൽ പോയിരുന്നു വരുന്നത് ഒരു റെയ്ഡ് നടത്തുന്നതിൻ്റെ ഭാഗമായി അവർക്ക് വരുന്ന എന്താണ് അസസ്മെന്റ് നടക്കും. അസസ്മെന്റ് നടത്തി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് 185 കോടി രൂപയുടെ ടാക്സ് നിങ്ങൾ അടയ്ക്കണമെന്ന് ആരോട് പറയും? CMRLോട് പറയും. അപ്പോൾ CMRL പറയും ഇതൊന്ന് സെറ്റിൽമെന്റ് ആക്കി ഞങ്ങൾക്ക് ഈ കേസ് തീർത്ത് തരണം എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നാട്ടിൽ പറയും ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി ഉണ്ടല്ലോ, നിങ്ങൾക്ക് വർഷങ്ങളായി അടയ്ക്കാനുള്ള ടാക്സുകളുണ്ട്, ഈ ടാക്സുകളെല്ലാം എനിക്ക് ഒറ്റത്തവണയായിട്ട് തീർപ്പാക്കി തരണം എന്ന് പറയും. അതുപോലെയുള്ള കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിലുള്ള ഇൻകം ടാക്സിൻ്റെ കീഴിലുള്ള ഒരു വിഭാഗമാണ് ഈ പറയുന്ന ഇൻട്രി സെറ്റിൽമെന്റ് ബോർഡ്. അപ്പോൾ അവിടെ ചെന്നിട്ട് പറയുകയാണ്, ഞങ്ങൾക്ക് ഈ വർഷത്തെ അസസ്മെന്റ് ചെയ്തതിൽ ഇത്രയധികം കേസ്, നിങ്ങളിത് ഈ എമൗണ്ട് എല്ലാം കൂടി കൂട്ടിയിട്ട് ഒരു സിംഗിൾ എമൗണ്ടിൽ ഞങ്ങൾ സെറ്റിൽമെൻറ്റ് തരണം എന്ന് പറയും. അതാണ് ഇൻട്രി സെറ്റിൽമെൻറ്റ് ബോർഡ്. ആ ബോർഡിന് മുന്നിൽ അവിടെ കണക്കുകളോ ചോദ്യങ്ങളൊന്നുമില്ല. അവിടെ നിങ്ങളുടെ വിഭാഗത്തെയും മറ്റ് ആൾക്കാരെയും വിളിച്ചിരുത്തിയിട്ട് ഇൻകം ടാക്സിൻ്റെ വിഭാഗം കൂടി ഇരുന്ന് ചർച്ച ചെയ്ത് ഒരു എമൗണ്ട് ഫിക്സ് ചെയ്യും. ആ എമൗണ്ട് ചെയ്തോടെ ആ കേസ് തീർന്നു. അതുകൊണ്ടാണ് അത് അപ്പീലിന് പോകാൻ പറ്റാത്തത്. ആ ശൈലിയിലുള്ള ഒരു കേസിൻ്റെ പറഞ്ഞ ഒരു ഭാഗം എടുത്തിട്ട് SFI അന്വേഷണം പോയി. SFI അന്വേഷണം പോയി ഏറ്റവും വലിയ തെറ്റെന്താണ്? SFI അതിലൊരു ഡയറക്ടർക്ക് പരാതിയില്ല, അതിലൊക്കെ ജനങ്ങൾക്ക് പരാതിയില്ല, ആർക്കും പരാതിയില്ല. ഈ CMRL എന്ന് പറയുന്നത് ലിമിറ്റഡ് കമ്പനിയാണ്. ലിമിറ്റഡ് കമ്പനിയുടെ ഷെയർ ഹോൾഡറിന് പരാതിയുണ്ട്. ആ ഷെയർ ഹോൾഡർ പോകാൻ പറ്റിയ സ്ഥലം സെബിയാണ്. സെബിയുടെ കീഴിൽ അന്വേഷണത്തിന് പോകാം, അവിടെ പരാതി കൊടുക്കാം. അതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് മാത്രമല്ല ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഹൈക്കോടതി ഒറ്റ കാര്യമാണ് പറഞ്ഞില്ല. കർണാടക ഹൈക്കോടതി സ്റ്റേ കൊടുത്തില്ല എന്ന്. കർണാടക ഹൈക്കോടതി സ്റ്റേ കൊടുക്കാത്ത ഏക കാരണം എന്ന് പറയുന്നത് എന്താണ്? ഈ പറഞ്ഞതുപോലെ ഫ്രോഡ് കേസ് അതിൻ്റെ അകത്ത് ഉണ്ടെന്ന് SFI പറഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ട് മാത്രമാണ് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞത്. തിരുത്തി കൊടുക്കാൻ തയ്യാറുണ്ടോ? ഇപ്പം പറയുന്ന SFIക്ക് തിരുത്തി കൊടുത്ത് ഞങ്ങൾ അന്വേഷിക്കുന്നത് അഴിമതിയാണ്, അഴിമതി കാര്യങ്ങളാണ് അന്വേഷിക്കണമെന്ന് പറയാനുള്ള തൻ്റെ ഇടം SFIക്കുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിലുണ്ടല്ലോ ഈ കേസ് നിലനിൽക്കില്ല. അതുമായി ബന്ധപ്പെട്ട് ഇനി അഴിമതി നടന്നു എന്ന് പറഞ്ഞു പോയ ഏക വ്യക്തി എന്ന് പറയുന്നത് മാത്തിക്കോഴി നടന്ന ആർക്കെതിരെ? പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ അഴിമതി നടന്നു എന്ന് പറഞ്ഞു പോയ ആള് ആരാണ്? മാത്യുക്കോഴി നടല. അവിടെ ചെന്നപ്പോൾ എന്താണ് ഹൈക്കോടതി എന്താ പറഞ്ഞത്? ഹൈക്കോടതി പറഞ്ഞു ഇതിന് മേലെ അങ്ങനെ ഒരു കേസേ ഇല്ല, അങ്ങനെ ഒരു സംവിധാനമില്ല, മുഖ്യമന്ത്രി അഴിമതി നടത്തിയില്ല, അഴിമതി നടത്തിയതിന് തെളിവില്ല, അങ്ങനെ ഒരു രേഖകൾ പോലും ഹൈക്കോടതിയുടെ മുന്നിൽ ഹാജരാക്കിയില്ല എന്ന് പറഞ്ഞാൽ സാധനം എടുത്ത് വെള്ളിക്കളഞ്ഞില്ലേ? ഇനി അടുത്ത കാര്യം, ഈ CMRLനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, ഇത്
കരിമണൽ കടത്തുന്ന കമ്പനി അല്ലാന്ന്. കഴിഞ്ഞ 2004 10 ദിവസമാണ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് 10 ദിവസം മാത്രമേ കരിമണൽ ഖനനം നടത്തിയിട്ടുള്ളൂ. അതിനുശേഷം മുഴുവൻ നടത്തിയത് എങ്ങനെയാണെന്നറിയോ? ഇലുമിനേറ്റ് വാങ്ങിയാണ്. ഇലുമിനേറ്റ് ആരാ കൊടുക്കുന്നത് അറിയോ? IREL ആണ്. IREL എന്ന് പറഞ്ഞ കേന്ദ്ര സർക്കാരിൻ്റെ കമ്പനിയാണ്. അവിടെ സംസ്ഥാന സർക്കാരിന് എന്താ റോള്? IREL എന്ന് പറഞ്ഞ കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിൽ നിന്നും ഇലുമിനേറ്റ് വാങ്ങുന്ന CMRL എന്തിനാ പിണറായി വിജയന് കൈക്കൂലി കൊടുക്കേണ്ടത്? സാമാന്യ ബോധം ചിന്തിച്ചാൽ പോരെ? അങ്ങനെ കൊടുക്കേണ്ട കാര്യമുണ്ടോ? അവർ കൊടുത്തിട്ടുണ്ട്. ആർക്ക്? 95 കോടി രൂപ ഇവിടുത്തെ സർക്കാർ ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കും പത്രക്കാർക്കും പത്ര മുതലാളിമാർക്കും കൊടുത്തില്ലേ? അതിനെതിരെ എന്താ അന്വേഷണം നടത്താത്തത്? അത് അന്വേഷിച്ചാൽ ഇവരെല്ലാം അകത്തു പോകും. അതുകൊണ്ടാണ് അവർക്കതിന് വാർത്തയില്ല. അതിന് പിണറായി വിജയന്റെ മകളുടെ പേര് കെട്ടാൻ പറ്റില്ല. അതുകൊണ്ട് ജന്മഭൂമി ഉണ്ടോ എന്നല്ല ഞാൻ പറഞ്ഞ. ജന്മഭൂമിയുടെ കേരളത്തിലെ മാധ്യമ മുതലാളിമാരുണ്ടല്ലോ, എണ്ണി CMRL വാങ്ങിയല്ലോ പണം. എന്തേ പറയാത്തത്? ഒരക്ഷരം പോലും മിണ്ടുന്നില്ലല്ലോ. എന്റെ മുതലാളി ഇത്ര പൈസ മേടിച്ചെന്ന് കേരളത്തിൽ ഏതെങ്കിലും മുതലാളി പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും മാധ്യമപ്രവർത്തനം പറഞ്ഞിട്ടുണ്ടല്ലോ? ഒരാൾ പോലും പറഞ്ഞിട്ടില്ലല്ലോ. ഇന്ന പാർട്ടി ഇവിടെ CPM മേടിച്ചിട്ടുണ്ടല്ലോ, സോറി കോൺഗ്രസ് മേടിച്ചിട്ടുണ്ടല്ലോ, UDFന്റെ പിന്നെ ഘടകകക്ഷികൾ മേടിച്ചിട്ടുണ്ടല്ലോ. OC എന്ന് എഴുതിയത് ഉമ്മൻചാണ്ടിയാന്ന് ആർക്കറിയില്ലാത്തത്? കുഞ്ഞാലിക്കുട്ടി വന്ന് പറഞ്ഞില്ലേ ഞങ്ങൾ പൈസ മേടിച്ചു? കുഞ്ഞാലിക്കുട്ടി വന്ന് പറഞ്ഞില്ലേ? രമേശ് ചെന്നിത്തല പറഞ്ഞില്ലേ പൈസ മേടിച്ചു എന്ന്? എന്തേ അന്വേഷണം ഇല്ലാത്തത്? അതിനേക്കാൾ വലിയ പ്രശ്നമുണ്ട്. ഈ പണങ്ങളെല്ലാം ക്യാഷായിട്ടാണ് മേടിച്ചെന്ന് പറഞ്ഞത്. അവിടെ കള്ളപ്പണമില്ലേ? അവിടെ എന്താ ED അന്വേഷിക്കാത്തത്? ക്യാഷായിട്ട് മേടിച്ചു എന്ന് ഒരു രാഷ്ട്രീയ നേതാവ് വന്ന് പറഞ്ഞിട്ട് അവിടെ ED അന്വേഷിക്കുന്നില്ല. അവിടെ അത് അന്വേഷിക്കാതെ അത് മുഴുവൻ കൂടെ എടുത്തിട്ട് ആർക്ക് കൊടുത്തു? നിഷ്കളങ്കരായ കോൺഗ്രസ്സുകാർ ഒരു കാര്യം മനസ്സിലാക്കിക്കോ. എന്താണെന്നറിയോ? ഈ നിഷ്കളങ്കരായ കോൺഗ്രസ്സുകാരെ മനസ്സിലാക്കേണ്ടത് ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ മുന്നിൽ കൊടുത്ത രേഖയുണ്ടല്ലോ, ആ രേഖ ഇന്ന് കോടതി സമർപ്പിച്ച രേഖയുണ്ടല്ലോ, ഏതാണെന്നറിയോ? ഒന്ന് ഈ ഡയറീൻ്റെ കോപ്പിയാ. ഡയറീൻ്റെ കോപ്പി എന്തിനാ കൊടുത്തതെന്നറിയോ? നാളെ രാവിലെ ആ രേഖ എടുത്ത് കോടതി പോകും. എന്തിന്? SFIO അന്വേഷണം നടത്തി കണ്ടെത്തിയ രേഖ ഇതാ കോടതിയുടെ മുമ്പിൽ കൊടുത്തിരിക്കുന്നു. അതിനകത്ത് 95 കോടി രൂപ ആരുടെ പൈസയാ? കള്ളപ്പണം വെളുപ്പിച്ചിട്ടുണ്ട്. കള്ളപ്പണം ആര് മേടിച്ചു? ഇവിടുത്തെ രാഷ്ട്രീയക്കാർ മേടിച്ചു. അത് എത്തി നിൽക്കാൻ പോകുന്നത് എവിടെയാണെന്നറിയോ? OC-ലും RC-ലും PV-യിലൊക്കെ ആയിരിക്കും. അത് എത്താൻ പോകുന്നത് കോൺഗ്രസ്സുകാരുടെ തലയിലായിരിക്കും. അത് മനസ്സിലാക്കിക്കോ. എന്നിട്ട് മാത്രം നിഷ്കളങ്കരായിട്ട് പിണറായി വിജയൻ്റെ മകളെ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. നാളെ പിണറായി വിജയൻ്റെ മകളെയും പിടിക്കും, പിണറായി വിജയനെ പിടിക്കും. അതോടുകൂടി അവരുടെ പരിപാടി കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ വരാൻ പോകുന്നത് OC-യിലേക്കും RC-യിലേക്കും കുഞ്ഞാലിക്കുട്ടിയിലേക്കൊക്കെ ആയിരിക്കും. അപ്പം എന്താ പറയുക? അപ്പം നിങ്ങളുടെ കൂടെ ഇടതുപക്ഷം ഉണ്ടാവില്ല, പിണറായി വിജയനും ഉണ്ടാവില്ല, ഈ പറഞ്ഞ കുഞ്ഞാലിക്കുട്ടി ഉണ്ടാവില്ല, രമേശ് ചെന്നിത്തല ഉണ്ടാവില്ല. ആ അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഇനി വേറൊരു കാര്യം പറയാം. CMRL ഒഴിവാക്കിയിട്ട് ഒളിപ്പിച്ചിട്ട് ഈ പറയുന്ന കേന്ദ്രം ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്നറിയോ? പുതിയ ഖനനത്തിന് അനുമതി കൊടുത്തേക്കുക. എന്താണ് പുതിയ ഖനനം? കേരളത്തിന്റെ പിന്നെ തീരദേശ മേഖലത്ത് മുഴുവൻ ആഴക്കടൽ ഖനനം നടത്താൻ പോവുകയാണ്. ഇന്ന് എന്താ പറഞ്ഞത്? ഈ പറഞ്ഞ സ്ഥലത്ത് ഖനനം നടത്താൻ പാടില്ല എന്ന് പറഞ്ഞ ആൾക്കാർ എന്താ പറഞ്ഞിരിക്കുന്നത് അറിയോ? ഇവിടെ ഖനനം നടത്താൻ പാടില്ല. ആദ്യത്തെ ബ്ലോക്ക് എവിടെയാണെന്നറിയോ? 100.33 ദശലക്ഷം ടൺ കരിമണല എടുക്കാൻ പോകുന്നത്. എവിടുന്ന്? കടലിൽ നിന്ന്. അതിനേക്കാളും കൂടുതൽ എന്താ? ധാതു ലവണങ്ങൾ എടുക്കാൻ പോകുന്നത്. ആരെടുക്കാൻ പോകുന്നത്? കേന്ദ്ര ഏജൻസികൾ, കേന്ദ്ര കമ്പനികൾ പ്രൈവറ്റായിട്ട് കൊടുത്തേക്കുക. അങ്ങനെ കേരളത്തിൻ്റെ തീരത്ത് നിന്നും കരിമണൽ എടുക്കണ്ട എന്ന് തീരുമാനിക്കുന്ന കമ്പനിയാണെങ്കിൽ, സർക്കാരാണെങ്കിൽ എന്തിനാ പ്രൈവറ്റ് കമ്പനിക്ക് കൊടുത്തിരിക്കുന്നത്? അവരെ ആവശ്യം എന്താണ്? അവിടുത്തെ CMRL ഓടിക്കുക എന്നുള്ളതല്ല. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് പണം കിട്ടുന്ന എല്ലാ സംവിധാനങ്ങളും ഒഴിവാക്കുക. 95 കോടി, ഒന്നും രണ്ടും പൈസയല്ല, 95 കോടി രൂപയാണ് ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത്. ആര്? CMRL. അത് ചെറിയ പൈസയാണ് നിങ്ങൾ കാണുന്നുണ്ടോ? ആ പൈസ മുഴുവൻ തടയുക. ആരാണോ ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഫണ്ട് ചെയ്യുന്നത് അവരെ മുഴുവൻ പിടിക്കും. ഒരു ഡൗട്ടും വേണ്ട. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ അല്ല ഇപ്പോഴത്തെ രാഷ്ട്രീയം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല ഇപ്പോഴത്തെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല അന്വേഷണം നടക്കുന്നത്. ഏത് ഏജൻസി ഏത് രാഷ്ട്രീയക്കാരനെയാണോ ഏത് പിന്നെ മുതലാളിമാരെയാണോ പിടിക്കുന്നത് അതിൻ്റെയൊക്കെ മുന്നിൽ ഒരു അജണ്ടയുണ്ട്. എന്താ അജണ്ട? കേരളത്തിലെ രാഷ്ട്രീയം പിടിക്കുക എന്നുള്ള അജണ്ട, കേരളത്തിലെ ഭരണം കൊണ്ടുവരിക എന്ന് പറയുന്ന അജണ്ട. ആ ശൈലിയിലേക്ക് ഈ പറയുന്ന സംവിധാനം പോവുക. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോ. അതിനപ്പുറം ഇത് പിണറായി വിജയനിൽ ഒതുങ്ങും, പിണറായി വിജയൻ്റെ മകനിൽ ഒതുങ്ങുന്നൊന്നും ആര് വിചാരിക്കേണ്ട. വേറൊരു കാര്യം എന്താ? മുനമ്പത്തിൽ ഇപ്പം എന്താ നടക്കുന്നത്? മുനമ്പത്തിൽ നടക്കുന്നത് എന്താ? മുനമ്പത്ത് നമ്മൾ പറഞ്ഞ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി വീട് വെച്ച് കൊടുക്കുന്ന സ്ഥലത്ത് പോയിട്ട് 50 പേര് BJP ചേർത്തില്ലേ? ആത്മാർത്ഥയുണ്ട്. ഇന്നെങ്കിലും അത് ചെയ്യായിരുന്നൂടായിരുന്നോ? ഇന്ന് അതിൻ്റെ ചൂട് മാറുന്നതിന് മുന്നേ വന്ന് മാലയിട്ട് സ്വീകരിച്ചില്ലേ? എന്തേ മനസ്സിലാക്കാതെ പോയത്? ശൈലി കോൺഗ്രസ്സുകാർ മനസ്സിലാക്കിക്കോ, ശൈലി CPM മനസ്സിലാക്കിക്കോ. ആണത്തോടു കൂടി ഇന്ന് ഇറങ്ങി സംസാരിക്കാൻ അവർക്ക് പറ്റിയില്ലെങ്കിണ്ടല്ലോ, ഈ പെണ്ണും ചാലും മണ്ണും ചാലിയൊന്നും പെണ്ണും കൊണ്ടുപോയത് കേട്ടിട്ടുണ്ടല്ലോ, അതുപോലെ കാണേണ്ടി വരും. അതിനപ്പുറം ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല.